ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു പുതിയ ടോപ്പിക്കാണ് ATM കാർഡ് എന്ന് പറയുന്നത്. ATM കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പേരുണ്ട്, പേയ്മെന്റ് കാർഡും കൂടി പറയാം നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന പേയ്മെന്റ് കാർഡുകളെയാണ് എന്തെന്ന് പറയുന്നത് ATM കാർഡ്സ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ATM ഇലക്ട്രോണിക് മെഷീൻസിനെ, ATM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഷീൻസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട്സിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാലൻസ് എത്രയാണെന്നുള്ളത്, പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ ATM കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ATM കാർഡ്സ് യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ATMത്തിന്റെ സഹായത്തോടു കൂടി ബാങ്കിൽ ചെന്ന് നിന്നുകൊണ്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫണ്ട് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ATMത്തിന്റെ സഹായത്തോടെ നമ്മുടെ കയ്യിലുള്ള ATM കാർഡിന് ഒരു പിൻ ഉണ്ടായിരിക്കും. ആ പിൻ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട്സിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെ വേണമെങ്കിലും നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൊക്കേഷൻസിൽ വെച്ചിട്ട് ഉള്ള ATMത്തിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ATM കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇൻഫോർമേഷൻസ് ആയിരിക്കും. കസ്റ്റമേഴ്സിന്റെ ID ഉണ്ടായിരിക്കും, പിന്നെ അതിന്റെ സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരിക്കും, കാർഡ് നമ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും, ഒരു സീക്രട്ട് നമ്പർ, പിൻ നമ്പറും അവൈലബിൾ ആയിരിക്കും. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ആക്സസ് ചെയ്യുന്നത്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇപ്പോൾ പലതരം ATMs ഇനി ഡിസ്കസ് ചെയ്യാൻ പലതരം ATMs ഏതൊക്കെയാണെന്നുള്ളതാണ്. പലതരം ATMs എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലേബിൾഡ് ATMs അവൈലബിൾ ആണ്, സ്റ്റാൻഡ് അലോൺ ATMs അവൈലബിൾ ആണ്, നെറ്റ്വർക്ക്ഡ് ATMs അവൈലബിൾ ആണ്. അങ്ങനെ പല ടൈപ്പ് ATMs നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ബാങ്കിന്റെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, ഡീറ്റെയിൽസ് അറിയണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നതാണ് വൈറ്റ് ലേബിൾഡ് ATM. വൈറ്റ് ലേബിൾഡ് ATM എന്താണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബാങ്കിന്റെ ATMത്തിന് ഒരു ലോഗോ ഉണ്ടായിരിക്കും, ബാങ്കിന്റെ ലോഗോസ് അവൈലബിൾ ആയിരിക്കും. പക്ഷെ വൈറ്റ് ലേബിൾഡ് ATMത്തിന് ബാങ്കിങ് ലോഗോസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇത് നോൺ ബാങ്കിങ് ആയിട്ടുള്ള സെക്ടേഴ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്ന ATMത്തെ ആണ് വൈറ്റ് ലേബിൾഡ് ATM എന്ന് പറയുന്നത്. വൈറ്റ് ലേബിൾഡ് ATMs ഫസ്റ്റ് തന്നെ ATM നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് 1980s. പക്ഷെ ഈ വൈറ്റ് ലേബിൾഡ് ATMത്തിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ പെർമിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കിയത് 2012 പിന്നെ അതിന് പെർമിഷൻസ് ഒക്കെ കൊടുത്തത് 2013 ആയിട്ടാണ്. ഏറ്റവും ഫസ്റ്റ് തന്നെ വൈറ്റ് ലേബിൾഡ് ATM പെർമിഷൻ കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് തന്നെ വൈറ്റ് ലേബിൾഡ് ATM ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കമ്പനീസിനും നമുക്ക് അതിനുള്ള പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. RBI ആണ് കൊടുക്കുന്നത് ഈ പെർമിഷൻസ്. അപ്പം മാക്സിമം അവരുടെ കയ്യിൽ മിനിമം എങ്കിലും 100 crore നെറ്റ്വർത്ത് ഉള്ളവർക്ക് മാത്രമേ വൈറ്റ് ലേബിൾഡ് ATMത്തിനുള്ള പെർമിഷൻ കൊടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് മുത്തൂറ്റ് ഫിനാൻസിന്റെ ATM കാണാൻ സാധിക്കും. അങ്ങനെ അവർക്ക് നോൺ ബാങ്കിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് കൊടുക്കുന്ന ATMത്തിനെ ആണ് വൈറ്റ് ലേബിൾഡ് ATM എന്ന് പറയുന്നത്. സാധാരണ പോലെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യുക, നമുക്ക് ലോൺസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വൈറ്റ് ലേബിൾഡ് ATMs യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലോൺ എടുത്തെങ്കിൽ ലോൺ പേയ്മെന്റ് നടത്താനായിട്ടൊക്കെ ഈ വൈറ്റ് ലേബിൾഡ് ATM യൂസ് ചെയ്തിട്ട് അവരുടെ ഓർഗനൈസേഷനിലെ ലോണും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വൈറ്റ് ലേബിൾഡ് ATM. ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് നെറ്റ്വർക്ക്ഡ് ATM എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നെറ്റ്വർക്ക്ഡ് ATM എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർ ബാങ്കിങ് നെറ്റ്വർക്കാണ് ഇവിടെ. ഇന്റർ ബാങ്കിങ് നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുവിധം എല്ലാ ബാങ്കുകളും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാ ബാങ്കും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ചില ബാങ്കുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള ബാങ്കുകളെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് ഇന്റർ ബാങ്ക് നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക്ഡ് ATM എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഏത് ബാങ്കിന്റെയും ഇപ്പൊ ഈ ഇന്റർ ബാങ്ക്ഡ്
നെറ്റ്വർക്കിങ്ങിലുള്ള ഏതൊരു ബാങ്ക് കാർഡുകളും ATM കാർഡുകൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ സാധിക്കും, ATMത്തിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്, പക്ഷെ ഞാൻ എടുക്കാൻ പോണത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇതിൽ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ക്യാഷ് വിഡ്രോ ചെയ്യാൻ പോണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇന്റർ ബാങ്ക് നെറ്റ്വർക്കിൽ ആ ബാങ്ക് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാനായിട്ടും ക്യാഷ് വിഡ്രോവൽ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ചില ബാങ്കുകൾ അതിന് ഒരു ചെറിയ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറൊരു ബാങ്കിന്റെ കാർഡ് കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ ATM സർവീസുകൾ ആക്സസ് ചെയ്യുന്നത് കൊണ്ട് അവരൊരു ചാർജും കൂടി അവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനത്തെ കാര്യം മാത്രമേ ഉള്ളൂ നെറ്റ്വർക്ക്ഡ് ATM എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും എന്താ പറയുക, കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്, കൺവീനിയന്റ് ആയിട്ടുള്ള ഒന്നാണ് നെറ്റ്വർക്ക്ഡ് ATM എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടെ കയ്യിലുള്ള ATM കാർഡ് യൂസ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു ബാങ്കിന്റെ ATM ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് നെറ്റ്വർക്ക്ഡ് ATM എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് സ്റ്റാൻഡ് എലോൺ ATM എന്ന് പറയുന്നത്. സ്റ്റാൻഡ് എലോൺ ATM കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്റ്റാൻഡ് എലോൺ മറ്റുള്ളവരിൽ നിന്ന്, മറ്റുള്ള ATMത്തിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലോബീസ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകളോ അല്ലെങ്കിൽ മാളുകളിലൊക്കെ കസ്റ്റമേഴ്സിന് വ്യൂ ചെയ്യാവുന്ന രീതിയിൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇൻസൈഡിൽ കീപ്പ് ചെയ്തിരിക്കുന്ന, ഇന്റീരിയർ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ATM ആണ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് എലോൺ ATM എന്ന് പറയുന്നത്. അത് നമ്മുടെ പുറത്തുള്ള നെറ്റ്വർക്ക്ഡ് ATM ആയിട്ട് ഒരു ബന്ധവുമില്ല. അല്ലാത്ത രീതിയിലാണ് ആ ATM പോസിബിൾ. സാധാരണ പോലത്തെ നമ്മുടെ സാധാരണ ATMത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പോസിബിൾ ആണോ അതെല്ലാം നമുക്ക് സ്റ്റാൻഡ് എലോൺ ATMത്തിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ അത് നെറ്റ്വർക്ക്ഡ് ATM ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നതല്ല, അല്ലാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഏത് ബ്രാഞ്ചുമായിട്ടാണോ ഇത് ലിങ്ക്ഡ് ആയിട്ടുള്ളത് അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് സ്റ്റാൻഡ് എലോൺ ATMs അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മെയിൻ ആയിട്ട് ലോബീസിലോ മാൾസിലൊക്കെയാണ് ഇന്റീരിയർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബയോമെട്രിക്സ് ATM എന്ന് പറയുന്നത്. ബയോമെട്രിക്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾക്ക് നമ്മുടെ സാധാരണ കാർഡാണെങ്കിൽ നമ്മളുടെ പരിചയമുള്ള ഒരു വ്യക്തിക്ക് ആ കാർഡ് കിട്ടുകയും നമ്മുടെ പിന്നെ അവർക്ക് അറിയാവുന്നതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനായിട്ടും അതിനകത്ത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അതെപ്പോഴും സെക്യൂർഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബയോമെട്രിക്സ് ATMത്തിലാണെങ്കിൽ ഈ കാർഡുകൾക്ക് യൂസ് ചെയ്യുന്ന പിൻ എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ തന്നെ തമ്പ് ഇംപ്രഷൻ ആയിരിക്കാം, റെറ്റിനൽ സ്കാനിങ് ആയിരിക്കാം, അതൊക്കെയാണ് പിന്നായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാർഡ് നഷ്ടപ്പെട്ടു പോയാലും അത് സെക്യൂർഡ് ആയിരിക്കും, സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ATM ആയതുകൊണ്ട് എല്ലായിടത്തും ഇത് അവൈലബിൾ ഒന്നും അല്ല. ചില സ്ഥലത്ത് മാത്രമേ ബയോമെട്രിക്സ് ATMs അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം നമ്മളുടെ ബയോമെട്രിക്സ് ATMത്തിൽ കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ പിന്ന് പറയുന്നത് എന്താ, റെറ്റിനൽ സ്കാൻസോ കസ്റ്റമേഴ്സിന്റെ റെറ്റിനൽ സ്കാനോ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺലൈൻ ATM എന്താണെന്ന് പറയുന്നത്. ഓൺലൈൻ ATM കേൾക്കുമ്പോൾ പറയാം, എപ്പോഴും നമ്മുടെ ബാങ്കിന്റെ ഡാറ്റാബേസുമായിട്ട് ഓൾവേസ് എപ്പോഴും 24 മണിക്കൂറും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ് ഓൺലൈൻ ATM എന്ന് പറയുന്നത്. ഇപ്പൊ ഓൺലൈൻ ATM കാർഡ്സ് യൂസ് ചെയ്തിട്ട്, നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക്, യൂസേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് അത് ഇമീഡിയറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. റിയൽ ടൈം ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തൊരു ട്രാൻസാക്ഷൻ നടന്നാലും അപ്പൊ തന്നെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ആ ഡാറ്റാബേസിൽ അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഓൺലൈൻ ATM എന്ന് പറയുന്നത്. എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും കസ്റ്റമേഴ്സിന് അത് കിട്ടാൻ സാധിക്കും. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് ഓഫ്ലൈൻ ATM. ഓഫ്ലൈൻ ATM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡാറ്റാബേസ്, ബാങ്കിന്റെ ഡാറ്റാബേസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ടോ ബന്ധമില്ല, അതുമായിട്ട് ലിങ്ക് ചെയ്തല്ല ഇത് കിടക്കുന്നത്. നമ്മുടെ സാധാരണ ക്രെഡിറ്റ് കാർഡ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓഫ്ലൈൻ ഡെബിറ്റ് കാർഡ് എന്നാണ് ഇതിന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിനോട് സിമിലാരിറ്റി ഉള്ള ഒന്നാണ്. നമുക്ക് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ലിമിറ്റ്. ഓഫ്ലൈൻ ATM എന്ന് പറഞ്ഞു. ഓഫ്ലൈൻ ATMത്തിൽ വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വിഡ്രോവൽ ലിമിറ്റ് അവർ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും അക്കൗണ്ടിൽ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഒരു 25,000 കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. ആ 25,000 മുകളിലേക്ക് ഞാൻ വിഡ്രോ ചെയ്യണേണ് നമ്മൾ ഓഫ്ലൈൻ കാർഡ് യൂസ് ചെയ്തിട്ടെങ്കിൽ അവര് ബാക്കി എമൗണ്ടിന് ഒരു പെനാൽറ്റി ചാർജ് ചെയ്യും.
ആ പെനാൽറ്റിയും കൂടി നമ്മൾ പേ ചെയ്യേണ്ടി വരും, നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടിന്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഇതിനുണ്ട്. അതാണ് ഓഫ്ലൈൻ ATM എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഇന്റലിജൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ഡെപ്പോസിറ്റ് ATM എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പോസിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇന്റലിജൻസ് ഡെപ്പോസിറ്റ് ATM എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ബാങ്കിൽ പോയി നിന്നിട്ട് വേണം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സിസ്റ്റം വന്നതിന് ശേഷം നമുക്ക് ഇന്റലിജൻസ് ഡെപ്പോസിറ്റ് ATMത്തിലൂടെ ക്യാഷ് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിലേക്ക് നമുക്ക് ഏത് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, എമൗണ്ട് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോസിബിളായി മാറി. ഇപ്പോൾ ഇതിനകത്ത് ലോൺ പേയ്മെന്റ് നടത്താനായിട്ടാണെങ്കിലും ബില്ല് പേയ്മെന്റിനും പിന്നെ ചെക്ക് ഡെപ്പോസിറ്റിനും എല്ലാത്തിനും പോസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്റലിജൻസ് ഡെപ്പോസിറ്റ് ATM കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സ്റ്റുഡൻസ്.